അല്ല പക്ഷേ ആഡ് റൺ ചെയ്യാനായിട്ട്. നമ്മളിപ്പോ ഇത് പബ്ലിക്ലി അവൈലബിൾ കണ്ടന്റ് അല്ലേ, അതെടുത്തിട്ട് നമുക്ക് ആഡ് റൺ ചെയ്താൽ പോരെ? അങ്ങനെ പറ്റില്ല, അങ്ങനെ പാടില്ല എന്നാണ്. ഇൻഡസ്ട്രി ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് അങ്ങനെയാണ്. ഇപ്പോൾ അവിടെ നമുക്ക് പറയാലോ, ഇപ്പോൾ ക്രിയേറ്റർ കോണ്ടന്റ് ചെയ്തു അവിടെ ഇട്ടു, പിന്നെ 1 year ആ കോണ്ടന്റ് വെച്ച് ബ്രാൻഡ് ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ സോ അതിൽ എത്ര റവന്യൂ ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും ആ ബ്രാൻഡിന്. സോ അത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പോയിന്റ് അല്ലേ. സോ അത് നമ്മൾ പർച്ചേസ് ചെയ്യും, നമ്മൾ ഒന്നില്ലെങ്കിൽ പർച്ചേസ് ചെയ്യും, ഇല്ലെങ്കിൽ അവരുടെ അടുത്ത് അതും കൂടിയുള്ള കോസ്റ്റ് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കോണ്ടന്റ് പുഷ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെയാണോ നടക്കണത്? പല ബ്രാൻഡ്സും നാഷണൽ ബ്രാൻഡ്സ് ഒക്കെ അങ്ങനെ പർച്ചേസ് ചെയ്താൽ ചെയ്യാറ്. റീജിയണൽ ബ്രാൻഡ്സ് ആഡ് റൺ ചെയ്യുന്നുണ്ട്, ഞാൻ പറയില്ല ആഡ് റൺ ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ റീജിയണൽ ബ്രാൻഡ്സ്, പക്ഷെ ദേ ആർ മിസ്സിങ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അത് ഡെഫിനറ്റ്ലി, അതിന്റെ അതെനിക്ക് ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ അത് മിസ്സിങ് എന്ന് പറയാൻ കാരണം നമ്മളൊരു വേറൊരു UGC വീഡിയോനേക്കാളും ലിവറേജ് എടുക്കാൻ പറ്റും ജനറേറ്റഡ് കോണ്ടന്റിൽ. അത് നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ഒരു കോണ്ടന്റ് വരുമ്പോൾ അത് നമ്മൾ താഴെ സ്പോൺസേർഡ് ആണെന്നുള്ളത് നോക്കൂല. ഇൻഫ്ലുവൻസറെ കാണും, ഓക്കെ അതൊരു കോണ്ടന്റ് ആണെന്നുള്ള രീതിക്ക് തന്നെ പോകും. ഇൻഫ്ലുവൻസർ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. കറക്റ്റ്. അപ്പൊ അത് ചെയ്യേണ്ടത് ഇൻഫ്ലുവൻസർ ഹാൻഡിലുള്ള സാധനം സ്പോൺസർ ചെയ്യാണോ, അല്ലെങ്കിൽ ഈ ബ്രാൻഡ് വേറെ ചെയ്യണാണോ നല്ല, എന്താണ്, ഓർ എൽസ് ബോത്ത് ചെയ്യണോ, എങ്ങനെയായിരിക്കും അതിന്റെ ഒരു? ഇപ്പോ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നോമൻ എങ്ങനെയാണ് പറഞ്ഞാൽ, പെയ്ഡ് പാർട്ട്ണർഷിപ്സ് ആണെങ്കിൽ വി ഹാവ് ടു ഗിവ് പെയ്ഡ് പാർട്ട്ണർഷിപ്സ് ടാഗ്. അവിടെ പെയ്ഡ് പാർട്ട്ണർഷിപ്പ് ആണെന്നുള്ളത് കാണും. അത് ഉണ്ടെങ്കിൽ തന്നെ ദിസ് ബ്രാൻഡ് ക്യാൻ റൺ ആഡ്സ്. മനസ്സിലായി. ആ വീഡിയോയില് കൊളാബായിട്ട് പോകുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് റൺ ചെയ്യാനുള്ള ഇതും പോവാണല്ലോ. അപ്പൊ അതാണ് ബെസ്റ്റ്. പാർട്ട്ണർഷിപ്പ് മോഡലിൽ പോകുന്ന തന്നെയാണ് ബെസ്റ്റ് വേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ. അത് ശരി.